പിന്നെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പർ 2021 ചോദിച്ച LD ക്ലർക്കിന്റെ എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. അതിലെ ഇംഗ്ലീഷ് മലയാളം പാർട്ടാണ് നമ്മളിന്ന് പറയാൻ പോകുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയോളൂ. Our teacher used to dash many interesting examples while teaching grammar. എന്താണ് ആൻസർ വരിക? Our teacher used to cite, C-I-T-E, cite many interesting examples while teaching grammar. Next question. Emotional stress is one of the reasons for dash the crime of killing a newborn child. Answer A ആണ് infanticide. Next question. What are the dash to become a college principal? Answer B ആണ് criteria. Next question. Meera's parents helped her to do her homework. എങ്ങനെയാണ് ടാഗ് ഉണ്ടാക്കുക? ഹെൽപ്ഡ് ആണ് അല്ലേ? അപ്പോൾ ടാഗ് എങ്ങനെയാണ് വരിക? നെഗറ്റീവ് ആയിട്ടാണ് വരിക അല്ലേ? ഡിഡ് ഹെൽപ്പ് ആണ് ഹെൽപ്ഡ്. അപ്പോൾ ഡിഡിൻ്റെ ഏതാണ് ആൻസർ? സി എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. അരുൺ ഡാഷ് ഹിസ് ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. കഴിഞ്ഞു പോയതാണ് അല്ലേ? അപ്പൊ എന്താ പറയാ? അരുൺ കോൾഡ് ഓൺ ഹിസ് ഗ്രാൻഡ് പാരൻസ് ലാസ്റ്റ് വീക്ക്. Next question. While I was going to the market, I dash my friend. I met my friend. Next question. Identify the correct passive form of the given sentence. She is teaching mathematics. Answer എന്താ വരിക? Mathematics is being taught by her. Next question. Read the sentence below to find out whether there is any grammatical error in it. The error, if any, will be in one part of the sentence. If there is no error, the answer is D. Mark the answer in the response sheet. Answer C ആണ്. Then he started reading. Next question. In the question given below, there is a sentence of which some parts have been jumbled up. Rearrange these parts, which are labeled P, Q, R and S, to produce the correct sentence. Choose the proper sequence and mark your response in the sheet. Because they had so little thousands of years ago, our ancestors had to save and store whatever they could save. എങ്ങനെയാണ് ആൻസർ വരിക? ആദ്യം എന്താണ് വരിക? thousands of years ago, our ancestors had to save and store എന്താണ്? whatever they could save because they had so little. അപ്പൊ ഏതാണ് ആൻസർ? എ എന്നുള്ളതാണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The idiom a red letter day means. ആൻസർ ഡി, a happy day. നെക്സ്റ്റ് മലയാളാണ്. പൂരണി തദ്ധിതത്തിനൊരു ഉദാഹരണം. ആൻസർ ബി ആണ്, ഒന്നാമൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. താമര പ്ലസ് കുളം ഇവ ചേർത്തെഴുതുമ്പോൾ ഏത് സന്ധിയിൽ വരുന്നു? താമര പ്ലസ് കുളം, താമരക്കുളം. കകാരം ഇരട്ടിക്കാണ് ചെയ്യണേ അല്ലെ? അപ്പൊ ഏതാണ്? ദ്വിത്വസന്ധിയാണ് വരിക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശരിയായ ഭാഷാ പ്രയോഗം തിരഞ്ഞെടുക്കുക. വായിച്ചു നോക്കുക. ശരിയായിട്ടുള്ളത് എന്താണ്? ക്യാമ്പുകളിൽ 50ഓളം പ്രളയബാധിതർ കഴിയുന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ശ്ലോകത്തിൽ കഴിക്കുക എന്ന ശൈലിയുടെ ആശയം. ഇത് കുറെ ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടതാണ് കേട്ടോ. വളരെ സംഗ്രഹിക്കുക.
നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സൂര്യന്റെ പര്യായ പദമല്ലാത്തത് ഏത്? ആൻസർ എന്താ വരിക? സോമൻ. അർക്കൻ, ആദിത്യൻ, ആ, അരുണൻ, ആര്യമാവ് ഒക്കെ സൂര്യന്റെ പര്യായമാണ്. വെള്ളായിയപ്പൻ ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ആൻസർ ബി, കടൽ തീരത്ത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, നന്ദനാർ എന്നറിയപ്പെടുന്ന സാഹിത്യകാരൻ ആരാണ്? ആൻസർ ഡി, PC ഗോപാലൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയ കൃതി? ഓടക്കുഴലിനാണ് അല്ലെ, ജി ശങ്കരക്കുറുപ്പിനാണ് ആദ്യത്തെ ജ്ഞാനപീഠ പുരസ്കാരം നേടിയത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, മുതലക്കണ്ണീർ എന്ന ശൈലിയുടെ ഏറ്റവും അനുയോജ്യമായ ഇംഗ്ലീഷ് വിവർത്തനം? ആൻസർ എ, ക്രൊക്കോഡൈൽ ടിയേഴ്സ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അക്കിലസിന്റെ ഉപ്പൂറ്റി എന്ന ശൈലിയുടെ ശരിയായ ഇംഗ്ലീഷ് വിവർത്തനം? ആൻസർ ഡി, അക്കിലസ് ഹീൽ. അപ്പൊ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്.